ഹലോ ഓൾ, വെൽക്കം ടു എജിസ് അക്കാദമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈറോളജിയിലെ ഇൻട്രൊഡക്ഷനും മോർഫോളജിയും സ്ട്രക്ചറും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും ആൻസർ എല്ലാം നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത പോർഷനിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് സിമെട്രി ആർ ഒബ്സർവ്ഡ് ഇൻ വൈറൽ ക്യാപ്സിഡ്? ഓക്കെ, എത്ര ടൈപ്പ് ഓഫ് സിമെട്രി ഉണ്ടെന്നാണ് വൈറൽ ക്യാപ്സിഡ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ വൈറസിന്റെ സ്ട്രക്ചർ മോർഫോളജി ഒക്കെ പഠിച്ചു അല്ലേ. സിമെട്രി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഒന്നും കൂടെ പഠിച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എത്ര ടൈപ്പാണ് ഉള്ളത്. 3 ടൈപ്പാണ് ഉള്ളത് അല്ലേ. 3 ടൈപ്പ് ഓഫ് സിമെട്രി ആണ് വൈറൽ ക്യാപ്സിഡിന് ഉള്ളത്. അതിലൊരു ഡൗട്ട് ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ദ 3 ടൈപ്പ് ഓഫ് വൈറൽ ക്യാപ്സിഡ് സിമെട്രി ആർ ഐക്കോസഹെഡ്രൽ, ക്യൂബിക്കൽ, ദെൻ ഹെലിക്കൽ ആൻഡ് അറ്റ് ലാസ്റ്റ് കോംപ്ലക്സ് സിമെട്രി. അപ്പൊ നമ്മൾ ഐക്കോസഹെഡ്രലിന്റെ ഷേപ്പ്, ഹെലിക്കലിന്റെ ഷേപ്പ്, കോംപ്ലക്സ് വൈറസും ഐക്കോസഹെഡ്രൽ വൈറസും ഹെലിക്കൽ വൈറസും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിന്റെ എക്സാമ്പിൾസും ഒക്കെ പഠിച്ചു. അപ്പൊ അതൊന്നും കൂടി നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് പോവാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഐക്കോസഹെഡ്രൽ ക്യാപ്സിഡ് കൺസിസ്റ്റ് ഓഫ് വിച്ച് 2 ടൈപ്പ് ഓഫ് ക്യാപ്സോമേഴ്സ്? ക്യാപ്സോമേഴ്സ് എന്താ? അത് ക്യാപ്സിഡ് ഒരു പ്രോട്ടീൻ സബ് യൂണിറ്റ് ആണ് അല്ലേ. ഇത് യൂണിറ്റ് ഫോം ചെയ്തിട്ടാണ് ക്യാപ്സിഡ് ഉണ്ടാവുന്നത്. അതാണ് ക്യാപ്സോമേഴ്സ്. ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിൽ ഏതൊക്കെ ക്യാപ്സോമേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഐക്കോസഹെഡ്രൽ ക്യാപ്സിഡ് ഉണ്ടാവുന്നത് നോക്കാം. അതിന് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ പെന്റോൺസ് ആൻഡ് ഹെക്സോൺസ്, then option B pentones and octones, then option C hexones and tetratones, then at last none of the above. ഏതാണ് ഇതിന്റെ ആൻസർ? പെന്റോൺസ് ആൻഡ് ഹെക്സോൺസ് ചേർന്നിട്ടാണ് നമ്മുടെ ഐക്കോസഹെഡ്രൽ ക്യാപ്സിഡ് ഉണ്ടാവുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. പെന്റോൺസ് ആൻഡ് ഹെക്സോൺ. പെന്റോൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ പെന്റോൺസ് പറയുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരിക. പെന്റോൺസ്. ഓക്കെ, ഹെക്സോൺസ് എന്ന് പറയുമ്പോൾ 6 സൈഡ് ഉണ്ടാവും. പെന്റോണിൽ 5 സൈഡും ഹെക്സോൺസിൽ 6 സൈഡാണ് വരിക. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഐക്കോസഹെഡ്രൽ ക്യാപ്സിഡ് ഉണ്ടാവുന്നത്. ഓക്കെ, പെന്റോൺസ് അറ്റ് വെർട്ടിസസ് ആൻഡ് ഹെക്സോൺസ് ഫോമിംഗ് ഫേസെറ്റ്സ് മേക്കപ്പ് ദ ഐസോഹെഡ്രൽ ക്യാപ്സിഡ്. ഈ പെന്റോൺസ് ആക്ട് ചെയ്യുന്നത് ഒരു വെർട്ടിസസ് ആയിട്ടും ഹെക്സോൺസ് ഫോം ചെയ്യുന്നത് ഒരു ഫേസെറ്റ്സ് ആയിട്ടും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഐക്കോസഹെഡ്രൽ ക്യാപ്സിഡ് ഫോം ചെയ്യുന്നത്. ഹൗ മെനി പെന്റോൺസ് ആർ ഓൾവേസ് പ്രസന്റ് ഇൻ ആൻ ഐക്കോസഹെഡ്രൽ വൈറൽ ക്യാപ്സിഡ്? ഓക്കെ, എത്ര പെന്റോൺസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് 12 ആണ്. 12 പെന്റോൺസ് കൂടി ചേർന്നിട്ടാണ് ഈ ഐക്കോസഹെഡ്രൽ വൈറൽ ക്യാപ്സിഡിൽ 12 പെന്റോൺസ് ആണ് ഉള്ളത്. പെന്റോണും ഹെക്സോണും കൂടിയിട്ടാണ് ചേർന്നിട്ടുള്ളത്. പെന്റോൺ എത്ര എണ്ണം ഉണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദീസ് ആർ ഓൾവേസ് 12 പെന്റോൺസ് ഇൻ ആൻ ഐക്കോസഹെഡ്രൽ ക്യാപ്സിഡ് irrespective of virus type. Okay, the adenovirus nucleocapsid has a 12 pentones and 240 hexons, whereas herpes virus nucleocapsid has a 12 pentones and 150 hexons surrounded by an envelope. ഈ എല്ലാ വൈറസിലും ഈ പെന്റോണിന്റെ എണ്ണം സെയിം ആയിരിക്കും. 12 പെന്റോൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഹെക്സോൺ എന്ന് പറയുമ്പോൾ ഓരോ ഡിഫറെന്റ് വൈറസിനനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. പെന്റോൺസ് എപ്പോഴും 12 ആണ്, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ഇവിടെ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് അഡിനോ വൈറസ് ആണ്. അതിൽ എന്താണ് 12 പെന്റോൺസ് ആണ്. ഓക്കെ, അതിൽ 240 ഹെക്സോൺസ്. ഇതൊന്ന് ഓർത്തിരിക്കുക. 240 ഹെക്സോൺസ് അഡിനോ വൈറസിൽ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഹെർപ്പസ് വൈറസ് ആണ്. ഈ ഹെർപ്പസ് വൈറസും അഡിനോ വൈറസും നമ്മൾ ഓൾറെഡി ഐക്കോസഹെഡ്രൽ വൈറസിൽ പഠിച്ചു അല്ലെ. ഇതിൽ അഡിനോ വൈറസ് നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അത് ഏത് ജീനോമാണ് അല്ലെങ്കിൽ അത് എൻവലപ്പ് ആണോ നോൺ എൻവലപ്പ് ആണോ എന്നും കൂടി ഓർത്തിരിക്കുക അല്ലെ. അപ്പൊ അഡിനോ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു DNA വൈറസ് ആണ്. അത് എന്താണ് പറയുക, നേക്കഡ് ആണ്. ഈ ഹെർപ്പസ് വൈറസ് അത് എൻവലപ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അഡിനോ വൈറസ് എന്തായിരുന്നു? ഡി നമ്മൾ ഓർത്തിരിക്കുക എളുപ്പത്തിന് DNA എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇത് നോൺ എൻവലപ്ഡ് ആണ്. ഇവിടെ ഹെർപ്പസ് വൈറസ് DNA വൈറസ് തന്നെയാണ്, പക്ഷെ ഇവിടെ എൻവലപ്ഡ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ അഡിനോ വൈറസിൽ 12 പെന്റോൺസും 240 ഹെക്സോൺസ് ആണ്. പക്ഷെ ഹെർപ്പസ് വൈറസിലോട്ട് വരുമ്പോൾ അതിൽ 12 പെന്റോൺസ് തന്നെയാണ്, പക്ഷെ 150 ഹെക്സോൺസ് ആണ്. എന്താണ് 150 ഹെക്സോൺസ്? ഓക്കെ, ഓർത്തിരിക്കുക. ഈ ഹെക്സോൺസ് ആണ് ഫേസെറ്റ്സ് ആയിട്ട് വരുന്നത്. ഈ പെന്റോൺസ് അത് വെർട്ടിക്കൽ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. ഈ 2 എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. Okay, which of the following virus exhibit icosahedral symmetry? ഇതിൽ ഏതാണ് icosahedral symmetry ഉള്ളത്? ഡൗട്ട് ഒന്നുമില്ല. നമ്മൾ
2 ക്ലാസ്സുകളായിട്ട് ഫുൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതൊരു എക്സാമ്പിൾ കാര്യങ്ങൾ. അപ്പൊ ഐക്കോസഹെഡ്രൽ സിമെട്രി ഉള്ളത് ഹെർപ്പസ് വൈറസിനാണ്. ഓക്കെ, റാബിസ് വൈറസ് ഒരു ഹെലിക്കൽ വൈറസ് ആണ്. പോക്സ് വൈറസ് ഒരു കോംപ്ലക്സ് വൈറസ് ആണ്. ഇൻഫ്ലുവൻസ വൈറസ് ഓൾസോ ഒരു ഹെലിക്കൽ വൈറസ് ആണ്. ഓക്കെ, റാബീസിൽ എന്തായിരുന്നു ഉള്ളത്? RNA ആയിരുന്നു ജീനോം അല്ലെ. അപ്പൊ ഇൻഫ്ലുവൻസയിലും RNA തന്നെയാണ് ജീനോം. അപ്പൊ പോക്സ് വൈറസിൽ വരുന്നതും RNA തന്നെയാണ്. പോക്സ് വൈറസിൽ വരുന്നത് DNA ആണ് അതിന്റെ ജീനോം. ഓക്കെ, റാബിസ് ഹെലിക്കൽ ആയിരിക്കും, ഹെലിക്കൽ സിമെട്രി ആണ്. പോക്സ് വൈറസ് ഒരു കോംപ്ലക്സ് ആണ്. നമ്മൾ കോംപ്ലക്സ് വൈറസിന് ഒരു എക്സാമ്പിൾ വേറെ പഠിച്ചിരുന്നു, ബാക്ടീരിയോഫേജ് അല്ലെ. അപ്പൊ പോക്സ് വൈറസും ഓൾസോ ഒരു കോംപ്ലക്സ് വൈറസ് ആണ്. ഓക്കെ, ഇതിന്റെ ജീനോം റാബിസിനെ നമ്മൾ ഓർത്തിരിക്കുക എളുപ്പത്തിൽ RNA, റാബിസിലും R ഉണ്ട്, RNAയിലും R ഉണ്ട്, എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറഞ്ഞിരുന്നു. പോക്സ് വൈറസിലെ ജീനോം DNA ആണ്. ഓക്കെ, ഹെർപ്പസ് വൈറസിന്റെ നമ്മൾ ഓൾസോ DNA ആണ്. ഇനി ഇൻഫ്ലുവൻസ വൈറസ് ഒരു ഹെലിക്കൽ സിമെട്രി ആണ്, അതിന്റെ ജീനോം RNA ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ബാക്കി ഓപ്ഷന്റെയും കൂടി അത് ഏത് സിമെട്രി ആണെന്നും അതിന്റെ ഏത് ജീനോം ആണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇനി ഫർദർ വരുന്ന ക്വസ്റ്റ്യനും അത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ ഒന്ന് കണക്ട് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഹെർപ്പസ് വൈറസ് ആണ് ഐക്കോസഹെഡ്രൽ സിമെട്രിയിൽ വരുന്നത്. ഓക്കെ, അത് ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമ്മൾ ഫുൾ അതിന്റെ എക്സാമ്പിളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഓക്കെ, ഹെർപ്പസ് വൈറസ് ആണ്. ഇനി ഹെർപ്പസ് വൈറസ് അപ്പൊ അതില് നമ്മൾ ഓക്കെ ഐക്കോസഹെഡ്രൽ സിമെട്രി ആണ് ഹെർപ്പസിനുള്ളത്. പക്ഷെ അതിലുള്ള പെന്റോൺസിന്റെ ഹെക്സോൺസിന്റെയും എണ്ണം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ അഡിനോ വൈറസിൽ പറഞ്ഞു 240 ആണ് അതിന്റെ ഹെക്സോൺസ്, പെന്റോൺസ് 12 തന്നെയാണ്, ഹെക്സോൺസ് 240 ആണ്. പക്ഷെ ഇവിടെ ഹെർപ്പസ് വൈറസിലൂടെ വരുമ്പോൾ 150 ആണ് അതിന്റെ ഹെക്സോൺസ് നമ്പർ. ഓക്കെ, നമ്മൾ നേരത്തെ സ്ലൈഡിൽ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. 12 പെന്റോൺസും 150 ഹെക്ടോൺസും. 240 ഉള്ളത് ഏതിനായിരുന്നു? അഡിനോ വൈറസിനാണ്. 150 ഹെക്സോൺസ് അത് ഓർത്തിരിക്കുക കേട്ടോ. അഡിനോ വൈറസിന് 240 ആണ്, ഐക്കോസഹെഡ്രൽ സിമെട്രി ആണെന്ന് ഓർത്തിരിക്കുക. 240 ഹെക്സോൺസ്. ഓക്കെ, ഏതായിരുന്നു? അഡിനോ വൈറസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസ് എക്സിബിറ്റ് ഐക്കോസഹെഡ്രൽ സിമെട്രി? ഓക്കെ, ഇതിലും ഈ ഓപ്ഷൻസിലും ഏതാണ് ഐക്കോസഹെഡ്രൽ സിമെട്രി ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ഹെർപ്പസ് ആയിരുന്നു. അഡിനോ വൈറസ് ആണ് അല്ലെ ആൻസർ. റാബീസ് അല്ല, പോക്സ് വൈറസ് അല്ല, മീസിൽസ് അല്ല, ഇതെല്ലാം ഹെലിക്കൽ വൈറസിന് എക്സാമ്പിൾസ് ആണ്. അപ്പോ ഇതിൽ ഐക്കോസഹെഡ്രൽ സിമെട്രിയിൽ വരുന്നതാണ് അഡിനോ വൈറസ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഹെക്സോൺസും പെന്റോൺസിന്റെ എണ്ണം കൂടി ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ജീനോം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് DNA ആണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ നേക്കഡ് വൈറസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ 12 പെന്റോൺസും 240 ഹെക്സോൺസും ആണ് അഡിനോ വൈറസിലുള്ളത്. ഹെർപ്പസ് വൈറസിൽ 150 ഹെക്ടോൺസ് ആണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് ടുബാക്കോ മൊസൈക് വൈറസ് TMV is an example of which symmetry? ടുബാക്കോ മൊസൈക് വൈറസ് ഏതിന്റെ സിമെട്രി എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നമ്മൾ ടുബാക്കോ മൊസൈക് വൈറസിനെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ വൈറസ് ഇൻട്രൊഡക്ഷൻ മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വൈറസ്, ഫസ്റ്റ് നടന്ന എന്താ പറയാ എക്സ്പെരിമെന്റ്സ് എല്ലാം ഈ ടുബാക്കോ മൊസൈക് വൈറസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫെമിലിയർ ആണ് ടുബാക്കോ മൊസൈക് വൈറസ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഓപ്ഷൻസ് നോക്കാം. ഐക്കോസഹെഡ്രൽ, ഓപ്ഷൻ ബി ഹെലിക്കൽ, ഓപ്ഷൻ സി കോംപ്ലക്സ് ആൻഡ് ദെൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് എബോവ്. ഇതിൽ ഏതാണ് ആൻസർ വരിക? ഹെലിക്കൽ ആണ് ആൻസർ വരിക. ഓക്കെ, ടുബാക്കോ മൊസൈക് വൈറസ് ഒരു ഹെലിക്കൽ സിമെട്രിക്ക് എക്സാമ്പിൾ ആണ്. ഹെലിക്കൽ സിമെട്രിക്ക് നമ്മൾ വേറെ എക്സാമ്പിൾസ് പഠിച്ചിരുന്നു. ഇൻഫ്ലുവൻസ വൈറസ്, എബോള വൈറസ്, അതുപോലെ തന്നെ റാബിസ് വൈറസ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ടുബാക്കോ മൊസൈക് വൈറസ് എന്നുള്ളത് ഒരു പുതിയ ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ടുബാക്കോ മൊസൈക് വൈറസ് ഒരു ഹെലിക്കൽ സിമെട്രിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ടുബാക്കോ മൊസൈക് വൈറസ് റിജിഡ് ഹെലിക്കൽ ന്യൂക്ലിയോ ക്യാപ്സിഡ്. നമ്മൾ ഹെലിക്കൽ സിമെട്രിയുടെ ഒരു സ്ട്രക്ചർ തന്നെ എങ്ങനെയാണല്ലേ, ഒരു റോഡ് ഷേപ്പിൽ റിജിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, സ്ട്രക്ചർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറസ് എക്സിബിറ്റ് കോംപ്ലക്സ് സിമെട്രി? ഓക്കെ, ഇതിൽ ഏതാണ് കോംപ്ലക്സ് സിമെട്രി എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കോംപ്ലക്സ് വൈറസ് നമ്മൾ ഓൾറെഡി പഠിച്ചത് എന്തായിരുന്നു? ബാക്ടീരിയോഫേജ് ആണ്. പിന്നെ നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞിരുന്നു ഈ ബാക്ടീരിയോഫേജിന്റെ കൂടെ തന്നെ കോംപ്ലക്സ് സിമെട്രിയിലുള്ള ഒരു വൈറസിന്റെ എക്സാമ്പിൾ കൂടി നമ്മളിപ്പോ പറഞ്ഞു. അതേതായിരുന്നു? പോക്സ് വൈറസ് ആണ്. അപ്പോൾ ഇതിലെ ആൻസർ എന്ന് പറഞ്ഞാൽ പോക്സ് വൈറസ് ആണ് ഇതിന്റെ ആൻസർ. പിക്കോർണ വൈറസും ഹെർപ്പസ് വൈറസും അഡിനോ വൈറസും അല്ല. പക്ഷെ ഈ പിക്കോർണ വൈറസും ഹെർപ്പസ് വൈറസും അഡിനോ വൈറസും ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഐക്കോസഹെഡ്രൽ സിമെട്രിക്ക് എക്സാമ്പിൾ ആണ്. ഈ പിക്കോർണ വൈറസിൽ വരുന്നതാണ് പോളിയോ വൈറസ്. ഓക്കെ, ഹെർപ്പസ് വൈറസും ഈ അഡിനോ വൈറസും ഒക്കെ തന്നെ ഐക്കോസഹെഡ്രൽ സിമെട്രിക്ക് എക്സാമ്പിൾ ആണ്. ഇതിൽ പിക്കോർണ വൈറസും അഡിനോ വൈറസും മാത്രമാണ് നേക്കഡ്. ഇതിൽ ഹെർപ്പസ് വൈറസ് മാത്രമാണ് എൻവലപ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, പിക്കോർണ വൈറസ്, ഹെർപ്പസ് വൈറസ്, അഡിനോ വൈറസ് ഇത് മൂന്നും എന്തായിരുന്നു? ഐക്കോസഹെഡ്രൽ. ഓക്കെ, ഇതില് പിക്കോർണ പോളിയോ വൈറസ് ഉണ്ട്. ഇതില് RNA ആണ് ഇതിന്റെ ജീനോം. ഓക്കെ, ഹെർപ്പസ് വൈറസിലെ DNA ആണ് ജീനോം. പോക്സ് വൈറസിലെ DNA തന്നെയാണ് ജീനോം. അതുപോലെ അഡിനോ വൈറസിലും DNA തന്നെയാണ് ജീനോം. ഓക്കെ, ഇതിൽ പിക്കോർണ വൈറസും അഡിനോ വൈറസും നേക്കഡ് ആണ്, അതിന് എൻവലപ്പ് ഇല്ല. പക്ഷെ ഹെർപ്പസ് വൈറസിൽ എൻവലപ്ഡ് ആണ്, അത് എൻവലപ്ഡ് ആണ്. ഈ ഐക്കോസഹെഡ്രൽ സിമെട്രിയിലെ എക്സാമ്പിൾ ഈ ടോഗ വൈറസ്, അതുപോലെ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ഒക്കെയാണ് നേക്കഡ് അല്ലാത്തുള്ളൂ, എൻവലപ്ഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതില് ഡൗട്ട് ഇല്ലല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ജസ്റ്റ് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ പോക്സ് വൈറസ് ആണ് കോംപ്ലക്സ് സിമെട്രിക്ക് എക്സാമ്പിൾ. Okay, the pox virus exhibit complex symmetry. Okay, meaning they do not have a purely icosahedral or helical structure. അല്ലെങ്കിൽ icosahedral ഷേപ്പ്, ഒരു ക്യൂബിക്കൽ ഷേപ്പോ അല്ലെങ്കിൽ ഒരു ഹെലിക്കൽ സിലിണ്ടറിക്കൽ ഷേപ്പോ അല്ല, ഇതിനുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് പോക്സ് വൈറസിന് ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് കോംപ്ലക്സ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിമെട്രി ടൈപ്പ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ മോസ്റ്റ് നെഗറ്റീവ് സ്ട്രാൻഡഡ് RNA വൈറസ്? നമ്മൾ RNA വൈറസസിൽ ഓൾറെഡി നെഗറ്റീവ് സ്ട്രാൻഡ്സ് ഉണ്ട്, പോസിറ്റീവ് സ്ട്രാൻഡ്സ് ഉണ്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിൽ ഏത് സിമെട്രി ആണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ഐക്കോസഹെഡ്രൽ, ഓപ്ഷൻ B ഹെലിക്കൽ, ഓപ്ഷൻ C കോംപ്ലക്സ്, ദെൻ ഓപ്ഷൻ D നൺ ഓഫ് ദിസ് എബോവ്. ഇവിടെ ആൻസർ വരുന്നത് ഹെലിക്കൽ ആണ്. ഓക്കെ, മോസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് സ്ട്രാൻഡഡ് RNA വൈറസിൽ കാണുന്ന സിമെട്രി എന്ന് പറഞ്ഞാൽ ഹെലിക്കലാണ്. നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ്? ഇതിൽ അരിന വൈറസ് ഉണ്ട്, അതുപോലെ ബെനിയ വിരിഡി ഉണ്ട്, അതുപോലെ തന്നെ ഫിലോ വിരിഡി ഉണ്ട്, അതുപോലെ തന്നെ പാരാമിക്സോ വിരിഡിയെ, ഓർത്തോമിക്സോ വിരിഡിയെ ഒക്കെ ഈ RNA നെഗറ്റീവ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള RNA വൈറസിൽ വരുന്നതാണ്. ഈ നെഗറ്റീവ് സ്റ്റാൻഡേർഡ് RNA വൈറസ് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു ന്യൂമോണിക്സ് ഒക്കെ ഉണ്ട്. അത് നമ്മളെ ഈ സെയിം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, എളുപ്പത്തിൽ. കാരണം ഒരുപാട് വൈറസ് ഉണ്ട്, അതുപോലെ DNA വൈറസസ് ഉണ്ട്. ഈ നെഗറ്റീവ് സ്ട്രാൻഡ്സ് കൂടാതെ പോസിറ്റീവ് സ്റ്റാൻഡ് ആയിട്ടുള്ള വൈറസ് ഉണ്ട്. അപ്പൊ ഒരുപാട് വൈറസ് ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ. നമ്മൾ പണ്ടൊക്കെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ഒരു ന്യൂമോണിക്സ് ഒക്കെ പഠിച്ചു വെക്കും. അപ്പൊ ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള ന്യൂമോണിക്സ് നമ്മൾ ഇതേ പേജിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. നമുക്ക് ജസ്റ്റ് നോക്കാം. നെഗറ്റീവ് സ്ട്രാൻഡേർഡ് RNA വൈറസ് യൂഷ്വലി ഹാവ് എ ഹെലിക്കൽ ന്യൂക്ലിയർ ക്യാപ്സിഡ് ആയിരിക്കും, എൻക്ലോസ്ഡ് വിത്തിൻ എൻവലപ്പ്. ഇതിൽ എൻവലപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഹെലിക്കൽ സിമെട്രി ആയിരിക്കും മോസ്റ്റ് ഈ നെഗറ്റീവ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസിൽ കാണപ്പെടുക. ഓക്കെ, ഹെലിക്കൽ ന്യൂക്ലിയർ ക്യാപ്സിഡ് ക്യാൻ ബി റിജിഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടുബാക്കോ മൊസൈക് വൈറസ് ഓർ ഫ്ലെക്സിബിൾ ആസ് സീൻ ഇൻ സം എനിമൽ വൈറസസ്. എനിമൽ വൈറസ് ആകുമ്പോൾ ഈ പോക്സ് വൈറസ് അങ്ങനെയുള്ളതൊക്കെ ഈ animal virus വരിക. ഓക്കെ, ഇൻ ഹെലിക്കൽ സിമെട്രി capsomeres self-assemble on the RNA genome forming a rod-like or a spiral tube structure. Okay, helical symmetry ആയിരുന്നു capsomers നമുക്കറിയാം ഒരു പ്രോട്ടീൻ സബ് യൂണിറ്റ് ആണ്. ഈ ക്യാപ്സിഡ് ഫോം ചെയ്യുന്നത് ഈ capsomers ഇങ്ങനെ ഫോം ചെയ്തിട്ടാണ്. ഓക്കെ, ഇത് സെൽഫ് അസംബിൾ ആണ് RNA genome. ഈ RNA genome സെൽഫ് അസംബിൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അത് അസംബിൾ ചെയ്തിട്ട് ഒരു റോഡ് ലൈക്ക് അല്ലെങ്കിൽ എന്താണ് സ്പൈറൽ ട്യൂബ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു റോഡ് ലൈക്ക് അല്ലെങ്കിൽ സ്പൈറൽ ട്യൂബ് സ്ട്രക്ചർ. ഓക്കെ,
അപ്പൊ നെഗറ്റീവ് സ്ട്രാൻഡ്സ് ആയിട്ടുള്ള RNA കാര്യം നമ്മൾ പറഞ്ഞേ, അത് മോസ്റ്റ് എന്താ പറയാ എൻവലപ്ഡ് ആയിരിക്കും, അത് ഹെലിക്കൽ ആയിരിക്കും ഈ നെഗറ്റീവ് സ്ട്രാൻഡ്സിൽ ഉണ്ടായിരിക്കുക. അതിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പാരാമിക്സോ വിറിഡിയെ, അതിൽ വരുന്നതാണ് ഈ മീസിൽസ്, മംസ്, അതുപോലെ റെസ്പിറേറ്ററി സൈനസൈറ്റൽ വൈറസ്, അതൊക്കെ ഇതിലാ വരിക. അതുപോലെ തന്നെ ഈ ഫൈലോ വൈറസിൽ വരുന്നതാണ് എബോള, അതുപോലെ ഓർത്തോമിക്സോ വൈറസ്, അങ്ങനെ ഒരുപാട് വൈറസ് വരുന്നുണ്ട്. അരീന വൈറസ്, അതുപോലെ അതിലാണ് ലാസ വൈറസ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരിക. അതുപോലെ ബെനിയ വിരിഡിയെ, അതിൽ ഹാൻഡ വൈറസ് വരുന്നത് ഈ കാറ്റഗറിയാണ്. ഓക്കെ, അപ്പോൾ ഈ RNA വൈറസസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഇതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ആ എക്സാമ്പിൾസ് വന്ന ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അങ്ങനെ എനിക്ക് ചോദിക്കാം, ആ ഒരു വൈറസിന്റെ പേര് കൊടുത്തിട്ട് ഇത് ഹെലിക്കലാണോ അല്ലെങ്കിൽ എൻവലപ്ഡ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ ഒരു വൈറസ് നമുക്ക് മനസ്സിലാക്കി അതൊരു നെഗറ്റീവ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ വൈറസിന്റെ പേര് തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ജീനോമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള RNA വൈറസ് ആണോ അതോ നെഗറ്റീവ് സ്ട്രാൻഡ് ആയിട്ടുള്ള RNA വൈറസ് ആണോ എന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ ഈ RNA വൈറസ് ആയാലും DNA വൈറസ് ആയാലും അതിന്റെ എല്ലാത്തിന്റെയും ആ ഫാമിലി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ചിലപ്പോൾ ആ എക്സാമ്പിൾ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഇതിലെ ജീനോം ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു നെഗറ്റീവ് സ്ട്രാൻഡ് ആയിട്ടുള്ള RNA വൈറസ് തന്നിട്ട് ഇപ്പൊ ഈ മീസിൽസ് അല്ലെങ്കിൽ മംസ് ഇങ്ങനെ തന്നിട്ട് പറയും ഇതിപ്പോ നെഗറ്റീവ് സ്ട്രാൻഡ് ആണ്, ഇത് ഏതാണ് ഇതിന്റെ സിമെട്രി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന്റെ എക്സാമ്പിൾസ് ആ ഫാമിലി എന്തായാലും പഠിച്ചു വെക്കാം കേട്ടോ. ഇത് ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ നമ്മൾ പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ മോസ്റ്റ് എൻവലപ്ഡ് വൈറസ് ഹാവ് വിച്ച് ഷേപ്പ്? മോസ്റ്റ് എൻവലപ്ഡ് വിച്ച് ഷേപ്പ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഐക്കോസഹെഡ്രൽ, ഹെലിക്കൽ, റൗണ്ട് ഓൾ പ്ലിയോമോർഫിക്, ദെൻ കോംപ്ലക്സ്. മോസ്റ്റ് ആയിട്ടുള്ള ഈ എൻവലപ്ഡ് വൈറസിന് റൗണ്ട് അല്ലെങ്കിൽ പ്ലിയോമോർഫിക് ആയിരിക്കും അതിന്റെ ഷേപ്പ്. ഓക്കെ, most enveloped virus are either round or pleomorphic except for pox virus and rhabdovirus. എല്ലാ enveloped വൈറസും റൗണ്ട് അല്ലെങ്കിൽ പ്ലിയോമോർഫിക് ആയിരിക്കും, പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ട് അതിൽ. ഓക്കെ, എക്സെപ്ഷൻ ഏതാണ്? എക്സാമ്പിൾ പറഞ്ഞ പോക്സ് വൈറസും റാബ്ഡോ വൈറസ് ആണ് അതിന്റെ എക്സാമ്പിൾസ്. അപ്പൊ അത് റൗണ്ട് അല്ല, പ്ലിയോമോർഫിക് അല്ല. അപ്പൊ അതിന്റെ ഷേപ്പ് എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റാബ്ഡോ വൈറസിൽ വരുന്നതാണ് റാബീസ് വൈറസ്. ഇതൊരു നെഗറ്റീവ് സ്ട്രാൻഡ് ആയിട്ടുള്ള, നെഗറ്റീവ് സെൻസ് ആയിട്ടുള്ള RNA വൈറസ് ആട്ടോ. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ. ഓക്കെ, റാബീസ് വൈറസ് നമ്മൾ ഓൾറെഡി ഹെലിക്കൽ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഹെലിക്കൽ സിമെട്രിയിൽ എക്സാമ്പിൾ ആണ് റാബീസ് വൈറസ്. ഓക്കെ, അത് എൻവലപ്ഡ് ആണ്. അതിന് ഏതായിരുന്നു അതിന്റെ ജീനോം? RNA ആണ് അതിന്റെ ജീനോം, നെഗറ്റീവ് സെൻസ് RNA കേട്ടോ. ഓക്കെ, ആർ ബുള്ളറ്റ് ഷേപ്പ് മേക്കിംഗ് ദം യൂണിക് എമംഗ് എൻവലപ്ഡ് വൈറസ്. ഓക്കെ, അതൊരു ബുള്ളറ്റ് ഷേപ്പ് ആയിരിക്കും, മേക്കിംഗ് യൂണിക് എമംഗ് എൻവലപ്ഡ് വൈറസ്, അത് എൻവലപ്ഡ് ആയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് പോക്സ് വൈറസ് ആണ്. പോക്സ് വൈറസ് വേരിയോള വൈറസ് ആണ്. നമ്മൾ ചിക്കൻ പോക്സ് ഒക്കെ വരുമ്പോൾ വേരിയോല സോസ്റ്റർ ഡിസീസ് നമ്മൾ വൈറസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പോക്സ് വൈറസ് എന്തായിരുന്നു, എന്തൊരു എക്സാമ്പിൾ ആയിരുന്നു? കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പൊ പോക്സ് വൈറസ് ഓൾസോ എൻവലപ്ഡ് ആണ്, പക്ഷെ അത് ഈ കോംപ്ലക്സ് വൈറസിന് എക്സാമ്പിൾ ആണ്. അത് എന്തായിരുന്നു? ബ്രിക്ക് ആയിട്ടുള്ള ഷേപ്പ് ആണ്. ഐക്കോസഹെഡ്രോ ഹെലിക്കലോ അല്ല അതിന്റെ ഷേപ്പ് വരുന്നത്, ഒരു ബ്രിക്ക് ആയിട്ടുള്ള ഷേപ്പ് ആണ് അതിന് വരുന്നത്. And distinguishing them from most other enveloped virus. അതുകൊണ്ടാണ് അതിനെ എന്താ പറയാ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അതായത് അതർ എൻവലപ്ഡ് വൈറസ് നിന്ന് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഷേപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പൊ മോസ്റ്റ് ആയിട്ടുള്ള എൻവലപ്ഡ് വൈറസ് റൗണ്ട് അല്ലെങ്കിൽ പ്ലിയോമോർഫിക് ആയിരിക്കും. എക്സെപ്ഷൻ കേസ് ആണ് പോക്സ് വൈറസും റാബ്ഡോ വൈറസും. ഓക്കെ, പോക്സ് വൈറസിന്റെ പോക്സ് വൈറസിന്റെ ജീനോമ DNA ആണ്. റാബ്ഡോ വൈറസിന്റെ റാബീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, RNA ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇത് എടുത്തു പറയുന്നത് അതിന് മുന്നേ നമ്മൾ പഠിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും എടുത്ത് പറയുമ്പോൾ നമുക്കതൊന്ന് ഓർമ്മയിൽ നിൽക്കുമല്ലോ, കാരണം നമുക്ക് ഒരുപാട് വൈറസസ് ഒക്കെ പഠിക്കാനുണ്ട്. നമ്മൾ കുറെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോൾ ഇത് എവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ മുന്നത്തെ ക്വസ്റ്റ്യനിൽ, അങ്ങനെ ഓർത്ത് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഓർത്തിരിക്കും.